ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ വേർഷനിലുള്ള ഫോട്ടോഷോപ്പിലെ സേവ് ചെയ്യുമ്പോഴുള്ള ഒരു എറർ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ്. ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് അത് എഡിറ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് സേവ് ചെയ്യണം, അതായത് ഇമേജ് ആയിട്ട് സേവ് ചെയ്യണം. നമ്മൾ പഴയ ഫോട്ടോഷോപ്പിലെല്ലാം ഇവിടെ വന്ന് സേവ് കൊടുത്ത് നമുക്ക് ഇവിടെ ഇമേജ് അല്ലെങ്കിൽ PNG എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഫോട്ടോഷോപ്പ് ലാർജ് ഡോക്യുമെന്റ്, ഫോട്ടോഷോപ്പ് PDF ഇത് മാത്രമേ കാണുന്നുള്ളൂ. JPEG അതേപോലെ PNG, TIFF ഒന്നും തന്നെ കാണുന്നില്ല. ഓക്കെ, ഇനി ഇതിന് ഒരു സൊല്യൂഷൻ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സേവ് എ കോപ്പി എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ JPEG സ്റ്റീരിയോ, PNG, പിക്ചർ, TIFF എല്ലാം ഇങ്ങനെ സേവ് ചെയ്യാം. ഇനി അതല്ല പഴയ ഫോട്ടോഷോപ്പിൽ ഉള്ളതുപോലെ തന്നെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന്, അതായത് ഫോട്ടോഷോപ്പിലെ എഡിറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും പ്രിഫറൻസസ് എന്നത്. അതിൽ വന്ന് ജനറൽ എന്നതിൽ വരിക. അല്ല എന്നുണ്ടെങ്കിൽ Ctrl+K എന്ന് അടിക്കുക. അപ്പോൾ ഇതുപോലെ വിൻഡോ ഓപ്പൺ ആയി വരും. ഇത് അതിൻ്റെ പ്രിഫറൻസസിൻ്റെ ഷോർട്ട് കീ ആണ്, Ctrl+K. ഞാനിത് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നിന്ന് തന്നെ കാണിക്കാം. ഇവിടെ വന്ന് ഇത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ കാണുന്ന ഫയൽ ഹാൻഡ്ലിംഗ് എന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എനേബിൾ ലെഗസി സേവേഴ്സ് എന്നത്. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഒന്നുകൂടെ സേവ് ചെയ്ത് നോക്കാം. സേവ്, ഇവിടെ വന്ന് സേവ് കൊടുക്കുന്നു. ഇനി നമുക്കിവിടെ നോക്കിയാൽ നമ്മുടെ ഓപ്ഷൻസുകളെല്ലാം വന്നിട്ടുണ്ട്. JPEG, PNG, TIFF എല്ലാം പഴയ ഫോട്ടോഷോപ്പിൽ ഉള്ളത് പോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.